എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. മാർജിൻ ട്രേഡിംഗ് നമ്മൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ NSEയുടെ പുതിയ സർക്കുലർ വന്നിട്ടുണ്ട് മാർജിൻ ട്രേഡിനെ കുറിച്ച്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് കടക്കാം. അതായത് മൊത്തം ട്രേഡ് വാല്യൂവിൻ്റെ നിശ്ചിത ശതമാനം മാത്രം നൽകി മുഴുവൻ ഓഹരികളും നിക്ഷേപകർക്ക് വാങ്ങാൻ സൗകര്യമൊരുക്കുന്നതാണ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി നിക്ഷേപകർക്ക് കൊളക്ടറൽ ആയി സമർപ്പിക്കാവുന്ന ഓഹരികളുടെ മാനദണ്ഡങ്ങൾ കർശനമാക്കി NSE പുതിയ സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 1 മുതലാണ് ഈ പുതിയ തീരുമാനങ്ങൾ നടപ്പാക്കാനായിട്ട് NSE തീരുമാനിക്കുന്നത്. ഇത് രാജ്യത്തെ ഓഹരി നിക്ഷേപകരെ എങ്ങനെ ബാധിക്കുമെന്നത് നമ്മൾ നോക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാൻ പണം തികയാതെ വരുമ്പോഴോ അല്ലെങ്കിൽ റൊക്കം പണം നൽകാതെ തന്നെ വാങ്ങുന്നതിനായുള്ള അവസരമൊക്കെ ബൈ നൗ പേ ലേറ്റർ എന്ന ഓഫർ, അതായത് ഓൺലൈൻ ഷോപ്പിംഗ്, ഇ-കോമേഴ്സ് വെബ്സൈറ്റുകളിലും ആപ്പുകളിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ബൈ നൗ പേ ലേറ്റർ. ഇതിന് സമാനമായി ഓഹരി വിപണിയിലുള്ള ആശയമാണ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി. അതായത് കുറഞ്ഞ തുക കൈവശം വെച്ച് കൂടുതൽ ഓഹരി വാങ്ങാൻ അനുവദിക്കുന്ന ഈ സംവിധാനത്തിൽ കൂടുതൽ കർശനമാക്കുന്ന നടപടികളുമായാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി, കൊളക്ടറൽ എന്നിവ എന്താണെന്നും പുതിയ നടപ്പാക്കാനുള്ള നിയന്ത്രണങ്ങളുടെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാം. ആദ്യമായി പറയാണ് എന്താണ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ വാങ്ങാൻ ലക്ഷ്യമിട്ട നിർദ്ദിഷ്ട ഓഹരികൾക്കായി ചെലവിടേണ്ടിയിരുന്ന മൊത്തം വ്യാപാര മൂല്യത്തിൻ്റെ അഥവാ ട്രേഡ് വാല്യൂവിൻ്റെ നിശ്ചിത ഭാഗം മാത്രം നൽകി ആ ഓഹരികൾ നമ്മൾ വാങ്ങാൻ സഹായിക്കുന്ന സംവിധാനമാണ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി അഥവാ MTF എന്ന് പറയുന്നു. വ്യാപാര മൂല്യത്തിൻ്റെ ബാക്കി ഭാഗം, അതായത് ബാക്കി വരുന്ന തുക ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ വായ്പയായി നമ്മൾക്ക് നൽകിയാണ് ആ ട്രേഡ് പൂർത്തിയാക്കുന്നത്. ഇതിന് പകരമായി നിക്ഷേപകരിൽ നിന്ന് നിശ്ചിത പലിശ ഈടാക്കും. ചുരുക്കത്തിൽ നിക്ഷേപകരുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സേവനമാണ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മൾ നോക്കാം. അതായത് 10 രൂപ വിലയുള്ള 1000 ഓഹരി നിങ്ങൾക്ക് വാങ്ങണമെന്ന് കരുതുക. ഇതിൻ്റെ മൊത്തം വ്യാപാര മൂല്യം 10 × 1000 10,000 രൂപയാണ് അല്ലേ? ഓരോ ഓഹരിക്ക് 10 രൂപ, അങ്ങനെ 1000 ഓഹരി മേടിക്കുമ്പോൾ 10,000 രൂപ. എന്നാൽ മാർജിൻ ട്രേഡ് ഫെസിലിറ്റി പ്രയോജനപ്പെടുത്തിയാൽ 30% തുക, അതായത് നമ്മൾ 3000 രൂപ മാത്രം നിക്ഷേപകൻ വാങ്ങുന്ന വേളയിൽ ബ്രോക്കർക്ക് നൽകിയാൽ മതി. ബാക്കി 70%, അതായത് ബാക്കി വരുന്ന 7000 രൂപ വായ്പാ രൂപത്തിൽ നിശ്ചിത പലിശയോടുകൂടി ബ്രോക്കറേജ് നമുക്ക് നൽകുന്നു. അപ്പോൾ എന്താണ് കൊളക്ടറൽ എന്നുള്ളത് നമുക്ക്, അതായത് താരതമ്യേന ചെറിയ മാർജിൻ നൽകിയ ശേഷം ഉയർന്ന അളവിൽ ഓഹരികൾ അല്ലെങ്കിൽ സെക്യൂരിറ്റികൾ വാങ്ങാൻ സഹായിക്കുന്ന സംവിധാനമായതിനാൽ തന്നെ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്നത് വിപണിയിലെ ലിവറേജ് പൊസിഷൻ ആകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വായ്പയായി നൽകിയ ഫണ്ടുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി നിക്ഷേപകൻ ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെ കീഴിൽ പണയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഈട് നൽകുന്ന ആസ്തികളെ കൊളക്ടറൽ എന്ന് വിശേഷിപ്പിക്കുന്നു. ഓഹരി, സെക്യൂരിറ്റികൾ, പണം എന്നിവയ്ക്ക് കൊളക്ടറലായി നൽകി മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി നമുക്ക് പ്രയോജനപ്പെടുത്താനാകും. ചുരുക്കത്തിൽ വായ്പ നൽകുന്ന ബ്രോക്കറേജ് സ്ഥാപനങ്ങൾക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന രൂപത്തിൽ നിക്ഷേപകൻ കൈമാറുന്ന ആസ്തിയാണ് കൊളക്ടറൽ എന്ന് നമുക്ക് പറയാം. ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റ് നടപടികളുടെ ഭാഗമാണിത്. അതേസമയം വിപണിയിൽ ചാഞ്ചാട്ടം നേരിടുന്ന വേളയിൽ കൊളക്ടറൽ നൽകിയ ആസ്തിയുടെ മൂല്യം കുറയുകയാണെങ്കിൽ നിശ്ചിത മാർജിൻ നിലനിർത്തുന്നതിനായി അധിക ആസ്തികൾ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾക്ക് കീഴിൽ പണയപ്പെടുത്തുകയോ മാർജിൻ ട്രേഡ് ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തി വാങ്ങിയ ഓഹരികളിൽ നിന്ന് നിശ്ചിത ഭാഗം വിറ്റുമാറിയോ അത് ക്രമപ്പെടുത്താൻ നിക്ഷേപകരായ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ് NSEയുടെ പുതിയ സർക്കുലർ അർത്ഥം വയ്ക്കുന്നത്. അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSE അടുത്തിടെ പുറത്തിറക്കിയ സർക്കുലറിലൂടെ ഇൻട്രാഡേ ഡെറിവേറ്റീവ് വ്യാപാരത്തിനായി ഉപയോഗപ്പെടുത്തുന്ന മാർജിൻ ഫണ്ടിങ്ങിന് വേണ്ടി കൊളക്ടറലായി നൽകുന്ന സെക്യൂരിറ്റികളുടെ മാനദണ്ഡം കൂടുതൽ കർശനമാക്കി. ഇതുപ്രകാരം കഴിഞ്ഞ 6 മാസ കാലയളവിൽ 99% ദിവസവും വ്യാപാരം നടന്നിട്ടുള്ളതും 1 ലക്ഷം രൂപയുടെ ഓർഡർ മൂല്യത്തിന് പരമാവധി 0.1% വരെ ഇമ്പാക്റ്റ് കോസ്റ്റ്
നേരിടാവുന്നതുമായ ഓഹരികളെ അല്ലെങ്കിൽ സെക്യൂരിറ്റികളെ മാത്രമേ കൊളറ്ററൽ രൂപത്തിൽ ഇനി പരിഗണിക്കുകയുള്ളൂ. അതായത് ഈ നിയമം 2024 ഓഗസ്റ്റ് മുതൽ പ്രാബല്യത്തിലാകും. ഇതോടെ നിലവിൽ കൊളറ്ററലായി ഇപ്പോൾ പരിഗണിക്കപ്പെടുന്ന 1010 ഓഹരികൾ താഴ്ത്തപ്പെടും. ഈ ഓഹരികളിൽ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ക്രമേണ ലഭ്യമല്ലാതാകും. അപ്പോൾ ഏതൊക്കെ ഓഹരികളാണ് ഇതിനെ ബാധിക്കുക എന്ന് നോക്കിയാൽ ഏകദേശം 1730 ഓഹരികളിലാണ് കൊളറ്ററൽ ആയി നൽകാൻ അർഹതയുള്ളവയുടെ ഗണത്തിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ NSEയുടെ പുതിയ സർക്കുലർ പ്രകാരം 1010 ഓഹരികളുടെ അർഹത നഷ്ടമാകും. ഇതോടെ കേവലം 720 ഓഹരികളെ മാത്രമേ മാർജിൻ ട്രേഡ് ഫെസിലിറ്റികളുള്ള കൊളറ്ററലായി 2024 ഓഗസ്റ്റ് 1 മുതൽ സ്വീകരിക്കുകയുള്ളൂ. നിരവധി മുൻനിര ഓഹരികളുടെ കൊളറ്ററൽ അർഹത ഇതുമൂലം നഷ്ടമായി പോകും. ഇതിൽ നമ്മൾ ചെറിയ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ അദാനി പവർ, യെസ് ബാങ്ക്, സുസ്ലോൺ എനർജി, ഹഡ്കോ, ഭാരത് ഡൈനാമിക്സ്, IRB ഇൻഫ്രാസ്ട്രക്ചർ, NBCC, പേടിഎം എന്നിങ്ങനെ തുടങ്ങി പ്രമുഖ ഓഹരികളെ കൊളക്ടർ നൽകാനുള്ള അർഹത നഷ്ടമാകുന്നുണ്ട്. അതായത് 1010 ഓഹരികളുടെ വിശദവിവരങ്ങൾ നമുക്ക് മുഴുവൻ വായിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമ്മളുടെ ബ്രോക്കറേജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുകയോ NSEയുടെ വെബ്സൈറ്റ് പരിശോധിക്കുകയോ ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇനി NSE എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കാരണം, എന്താണ് ഇതിൻ്റെ മൂലകാരണം എന്ന് വെച്ചാൽ മാർജിൻ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് NSEയുടെ പുതിയ നിർദ്ദേശിച്ച മാറ്റങ്ങളുടെ മൊത്തത്തിലുള്ള ലക്ഷ്യം ഉയർന്ന ലിക്വിഡിറ്റിയും ക്വാളിറ്റിയും സ്ഥിരതയുള്ളതുമായ ഓഹരികളിൽ മാത്രം കൊളറ്ററലായി ഉപയോഗിക്കുന്നതാണ് ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ വിപണിയിൽ NSE ഉദ്ദേശിക്കുന്നത്. അതായത് ചാഞ്ചാട്ടം നേരിടുമ്പോൾ ക്ലിയറിംഗ് ഹൗസുകൾക്കും വിശാലമായ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും മേലുള്ള റിസ്ക് കുറയ്ക്കാൻ ഇതിലൂടെ കഴിയും. ഓഗസ്റ്റ് 1 മുതൽ കൊളറ്ററൽ ഓഹരിയുടെ മാനദണ്ഡം പരിഷ്കരിക്കപ്പെടുമ്പോൾ നിക്ഷേപകന് അധിക മാർജിൻ അനുവദിക്കുന്നതിനായി ബ്രോക്കറേജ് സ്ഥാപനങ്ങൾക്ക് ഈടായി വാങ്ങാവുന്ന ഓഹരിയുടെ പൂള് താരതമ്യേന ചെറുതായി മാറുമെന്ന് ചുരുക്കം. അതായത് നല്ല വോളറ്റിലിറ്റി ഉള്ള ഓഹരികളെ പ്രധാനമായും മാറ്റി നിർത്തുന്നു എന്നതാണ് ഇതിൻ്റെ ചുരുക്കം. അതായത് ഫണ്ടമെൻ്റൽ സ്ട്രോങ് ഉള്ള അല്ലെങ്കിൽ കുറച്ച് റിസ്ക് കുറവുള്ള ഓഹരികൾ മാത്രമേ ഇനി ഇതിൽ അനുവദിക്കുകയുള്ളൂ എന്നാണ് സാരം.